ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ഗാഗുൽഥ ധ്യാന കേന്ദ്രത്തിലെ പ്രിയപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട പ്രേക്ഷിതരായിട്ടുള്ള അപ്പച്ചമാർ, അമ്മച്ചിമാർ, യുവജനങ്ങളെ, കുഞ്ഞുമക്കളെ, ഇവിടെ ഇന്ന് ഈ വെള്ളിയാഴ്ച ശുശ്രൂഷയ്ക്കായി കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, കർത്താവിനെ നമുക്ക് സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യാം. ഇന്ന് സഭയിൽ വിശുദ്ധ ഗീവർഗീസിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായിട്ടുള്ള ഗീവർഗീസ് പുണ്യവാളന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ വിശുദ്ധനായ ഗീവർഗീസ് തൻ്റെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി എങ്ങനെ ചെലവഴിച്ചു എന്ന് വിചിന്തനം ചെയ്തുകൊണ്ട് ഈ സുവിശേഷ പ്രഘോഷണം ആരംഭിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരൊരു റോമൻ സൈനികനായിരുന്നു. തൻ്റെ ക്രൈസ്തവ വിശ്വാസം അദ്ദേഹം ധീരതയോടെ തുറന്നു പറയുന്നത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അദ്ദേഹം ഒരു റോമൻ സൈനികനായിട്ട്, റോമാക്കാരുടെ ചക്രവർത്തിയുടെ ഒരു സൈനികനായിട്ട് സേവനം ചെയ്യുന്ന സമയത്ത് മറ്റു ദേവീദേവന്മാരെ ആരാധിക്കാനായിട്ട് രാജാവും മറ്റുള്ള പ്രജകളുമൊക്കെ ഈ സൈന്യാധിപൻ ഈ സൈന്യത്തിൽ ഉള്ള ഈ മകനെ ക്ഷണിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ക്രിസ്ത്യാനിയാണ്, ക്രിസ്തുവിനെയാണ് ഞാൻ ആരാധിക്കുക എന്ന്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അദ്ദേഹം റോമൻ ദേവന്മാർക്ക് ബലിയർപ്പിക്കാൻ വിസമ്മതിച്ചു. ആ കാരണത്താൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം ഇദ്ദേഹത്തെ പീഡിപ്പിക്കുന്ന രംഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അദ്ദേഹത്തിന് വിഷം കൊടുത്ത് അദ്ദേഹത്തെ കൊല്ലാനായിട്ട് പരിശ്രമിക്കുന്നു. അദ്ദേഹം അതിൽ മരിക്കുന്നില്ല. പിന്നീട് ചാട്ടവാൾ കൊണ്ട് അടിക്കുകയും പീഡിപ്പിക്കുകയും പല പീഡന മുറകൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ അവർ ചെലുത്തുകയും ചെയ്തപ്പോൾ അദ്ദേഹം ക്രിസ്തുവിൻ്റെ സാക്ഷ്യത്തിൽ അങ്ങനെ നിലനിൽക്കുകയാണ്, ഒരു മാറ്റവും ഇല്ലാതെ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു ചക്രത്തിൽ ഇങ്ങനെ കെട്ടിയിട്ടിട്ട് ചക്രത്തിൽ ബന്ധിച്ച് തല്ലി ചതിക്കപ്പെടുകയും വലിഞ്ഞു മുറുക്കപ്പെടുകയും ചെയ്തു ഈ ഗീവർഗീസ്. നമ്മൾ കാണുന്ന ഗീവർഗീസ് ഒരു കുതിരയുടെ മുകളിൽ കയറിയിരുന്ന്, അപ്പുറത്ത് കയറിയിരുന്ന് ഒരു വ്യാളിയെ കുത്തി വിജയശ്രീ ലാളിതനായി ഇരിക്കുന്ന ഒരു ഗീവർഗീസിനെയാണ് നമ്മൾ കാണുന്നത്. എന്താണ് ഈ വ്യാളി അല്ലെങ്കിൽ ഡ്രാഗൺ? ഈ വ്യാളി അല്ലെങ്കിൽ ഡ്രാഗൺ ഒരു സിമ്പിളാണ്, ഒരു അടയാളമാണ്. അത് സാത്താൻ്റെ അടയാളമാണ്. ഈ ലോകത്തിൻ്റെതായിട്ടുള്ള എല്ലാ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ലോകത്തിൻ്റെ പിന്നാലെ, ലോകത്തിൻ്റെ ദേവീദേവന്മാരുടെ പിന്നാലെ പോകുന്നവരുടെ ഈ ഒരു ഉദാഹരണമാണ്, അടയാളമാണ് ഈ പറയുന്ന വ്യാളി എന്ന് പറയുന്നത്, ഡ്രാഗൺ എന്ന് പറയുന്നത്. ഇദ്ദേഹം പീഡിപ്പിക്കപ്പെട്ടതിനെ പറ്റിയോ ഇദ്ദേഹം സഹിച്ചതിനെ പറ്റിയോ വായിക്കാൻ നമ്മൾ തയ്യാറാകാറില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ രൂപത്തിൻ്റെ മുമ്പിൽ പോയി മെഴുതിരി കത്തിക്കാനും നേർച്ചയിടാനും നേർച്ച സ്വീകരിക്കാനും അദ്ദേഹത്തിൻ്റെ പേരിൽ തിരുനാൾ ആഘോഷിക്കാനും നമ്മൾ ഊട്ടുതിരുനാൾ ആഘോഷിക്കാനൊക്കെ നമ്മൾ മുതിർന്ന് മുന്നോട്ട് വരാറുണ്ട്. അദ്ദേഹം സാക്ഷ്യം വഹിച്ച ക്രിസ്തുവിനെ അന്വേഷിച്ച് നമ്മൾ ഇറങ്ങിത്തിരിക്കണം. ഞാൻ ഇവിടെ ദേവസഹായപ്പിള്ള എന്ന് പറയുന്ന നമ്മുടെ വിശുദ്ധൻ, അൽമായ വിശുദ്ധൻ്റെ അടുത്തേക്ക്, അവിടെ കന്യാകുമാരി ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ സ്ഥലത്തേക്ക് സന്ദർശനം നടത്തിയപ്പോൾ ദേവസഹായപ്പിള്ള, അദ്ദേഹത്തിൻ്റെ ഭവനം, എക്സിബിഷൻ, ഇതെല്ലാം കണ്ട് നടക്കുക. അദ്ദേഹം വെടിവെച്ച് വീണ സ്ഥലം, അതുമാതിരി തന്നെ അദ്ദേഹം പീഡിപ്പിക്കപ്പെട്ട സ്ഥലം, അദ്ദേഹം പീഡനങ്ങളുടെയും സഹനങ്ങളുടെയും കടന്നുപോയി. അങ്ങനെ പീഡിപ്പിക്കപ്പെടുമ്പോൾ അദ്ദേഹം കൊല്ലപ്പെടുന്ന സമയത്ത് ഒരു പാറ അവിടുന്ന് ഇടിഞ്ഞു പൊടിഞ്ഞ് വീണ ഒരു പാറ, ഇതൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് പ്രാർത്ഥിച്ചിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ വിശ്വാസ പരിശീലകരുടെ ഒപ്പം ഒരു യാത്രയായിരുന്നു. ആ വിശ്വാസ പരിശീലകരോട് ഞാനിങ്ങനെ പറഞ്ഞു, ഈ ദേവസഹായ പിള്ളയെ ഈ വിശുദ്ധനാക്കി മാറ്റിയ ഒരുവൻ്റെ പള്ളിയിലേക്ക് നമ്മൾ കയറിയിട്ടില്ല. ഈ ദേവസഹായ പിള്ളയെ പുണ്യാളനാക്കിയ ഒരുവനുണ്ട്. അപ്പോൾ ഈ വിശ്വാസ പരിശീലകർ ചോദിക്കുകയാണ്, ആരാണ് ഈ വിശുദ്ധനെ പുണ്യാളനാക്കിയത്, അല്ലെങ്കിൽ ഈ ദേവസഹായ പിള്ളയെ വിശുദ്ധനാക്കി മാറ്റിയത്? അപ്പോൾ അവർ മാനസികമായിട്ടാണ് ചിന്തിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഒരു സ്ഥലമുണ്ട്, ഞാൻ എന്നിട്ട് അവിടെയുള്ള പ്രധാനപ്പെട്ട ദേവാലയത്തിലേക്ക് കൊണ്ടുപോയി അവിടെ ചെന്ന് മുട്ടുമ നിൽക്കാൻ പറഞ്ഞു, സക്രാരിയിലേക്ക് നോക്കാൻ പറഞ്ഞു. സക്രാരിയിലെ ക്രിസ്തുവാണ് അവനെ വിശുദ്ധനാക്കി മാറ്റിയത്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ പുണ്യവാന്മാരുടെയും പുണ്യവതികളുടെയും പിന്നാലെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഒരു കാര്യം, അവർ പറയുന്നൊരു സന്ദേശം നമ്മൾ ഓർക്കണം. ക്രിസ്തുവിന് വേണ്ടിയാണ് അവർ ജീവിച്ച് മരിച്ചത്. അപ്പോസ്തല പ്രവർത്തനം 3-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നു, പത്രോസ് പറഞ്ഞു, വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു, നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. അവിടെ മുടന്തൻ സൗഖ്യം പ്രാപിക്കുകയാണ്. ഈ ഗാഗുൽത്ത ധ്യാന കേന്ദ്രത്തിൽ എന്തോരം പേര് വന്നിട്ടാണ് സൗഖ്യം പ്രാപിച്ചു പോയിട്ടുള്ളത്, രോഗസൗഖ്യങ്ങൾ സംഭവിച്ചത്.
മാനസികമായിട്ടുള്ള പീഡകളിൽ നിന്ന് സൗഖ്യം പ്രാപിച്ചത്, കുടുംബ വഴക്കുകൾ തീർന്നു പോയത്, ബിസിനസ് മേഖലയിൽ അഭിവൃദ്ധി ലഭിച്ചത്, ആധ്യാത്മികമായിട്ടുള്ള മേഖലയിൽ വലിയ അഭിവൃദ്ധി, സമൃദ്ധി, അനുഗ്രഹം ലഭിച്ചത്. അങ്ങനെ എത്രയോ അനുഗ്രഹങ്ങൾ നമുക്ക് ഇവിടെ ധ്യാന കേന്ദ്രത്തിൽ തന്നെ ഉണ്ട്. ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ വരുമ്പോൾ, ധ്യാന കേന്ദ്രങ്ങൾ വരുമ്പോൾ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ പറ്റി ഓർക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ക്രിസ്തു സഹിച്ച അഭിഷേകത്തിൽ നിന്ന് നമുക്ക് വിതരണം ചെയ്യുന്നതാണ്. പുണ്യാളന്മാർ സഹിച്ച സഹനത്തിൽ നിന്ന് അവർ നമുക്ക് വിതരണം ചെയ്യുന്ന അനുഗ്രഹങ്ങളാണ്. നമ്മൾ സഹിച്ചാലാണ് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ഈ സഹനത്തിന്റെ അനുഗ്രഹം കൈമാറാനായിട്ട് സാധിക്കുകയുള്ളൂ. ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ ഭർത്താവും എൻ്റെ മക്കളും എൻ്റെ സഹോദരി സഹോദരന്മാരും നമ്മളെല്ലാവരും അച്ഛന്മാരും സിസ്റ്റേഴ്സും എല്ലാവരും സഹിക്കുമ്പോൾ ആ സഹനത്തിന്റെ കൃപയാണ് അടുത്ത തലമുറയ്ക്ക് കൈമാറാനായിട്ട് നമുക്ക് സാധിക്കുക. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. എന്ന് വലതുകരം ഉയർത്തി പറയാമോ? പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പത്രോസ് പറയാണ്, എനിക്ക് ഉള്ളത് ഞാൻ നിനക്ക് തരുന്നു. നമ്മൾ ശ്രദ്ധിക്കണം, ഇതിലെ അത്ഭുതമല്ല പ്രധാനപ്പെട്ടത്, അടയാളമല്ല പ്രധാനപ്പെട്ടത്. ഇവിടെ ക്രിസ്തു എന്നിലുണ്ട് എന്ന് പറയുന്ന, എനിക്ക് ഉള്ളത് ക്രിസ്തുവാണെന്ന് പറയുന്ന പത്രോസിന്റെ സാക്ഷ്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമുക്ക് എന്തുണ്ടോ അത് നമുക്ക് അടുത്ത തലമുറയ്ക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അവൻ കരക്കിറങ്ങിയപ്പോൾ, ഈശോ കരക്കിറങ്ങിയപ്പോൾ വലിയൊരു ജനക്കൂട്ടത്തെ കണ്ട് അവരുടെ മേൽ അവന് അനുകമ്പ തോന്നി. അവരുടെ ഇടയിലെ രോഗികളെ അവൻ സുഖപ്പെടുത്തി. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറഞ്ഞ വാക്കുകളാണിത്. അവന് അനുകമ്പ തോന്നി. നമ്മളെ കാണുമ്പോൾ കർത്താവിന് അനുകമ്പ തോന്നുന്ന രീതിയിൽ കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ, കർത്താവിൻ്റെ അഭിഷേകത്തോട് ചേർന്ന് നിൽക്കാൻ, കരുണയ്ക്ക് യാചിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് കർത്താവ് നമ്മുടെ മേൽ നോക്കുകയും നമ്മളോട് അനുകമ്പ നമ്മൾ സ്വന്തമാക്കാൻ സാധിക്കുകയും ചെയ്യുക. കർത്താവ് നമ്മൾ അനുകമ്പ കാണിക്കുന്നുണ്ട്, കരുണ കാണിക്കുന്നുണ്ട്. അത് ഞാനും നിങ്ങൾ സ്വന്തമാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിനനുസരിച്ച് കൽപ്പനകൾ പാലിച്ച് ഉദാശകൾ പരികർമ്മം ചെയ്ത് കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ്, വിശ്വാസത്തിൽ ചേർന്ന് നിൽക്കുമ്പോഴാണ് നമുക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് വചനം സാക്ഷ്യപ്പെടുത്തുന്നു. ആരുടെ നാമത്തിന്റെ മുമ്പിലാണോ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള എല്ലാ മുഴങ്കാലുകളും മടങ്ങുന്നത്. ഫിലിപ്പി 2:10. ആ യേശുവിനെ ജാതിമത ഭേദമന്യേ എല്ലാവരും അടുത്തറിയുക അത്യാവശ്യമാണ്. കാരണം അവിടുന്നിലൂടെയാണ് രക്ഷയും മോചനവും സൗഖ്യവും നിത്യജീവനും ലഭിക്കുന്നത്. നമ്മുടെ അയൽവക്കങ്ങളിൽ, നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ, കോളേജുകളിൽ, നമ്മുടെ സ്കൂളുകളിൽ, ട്യൂഷൻ സെന്ററുകളിൽ, എൻട്രൻസ് കോച്ചിങ് സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്ന വ്യക്തികളെ ക്രിസ്തുവിനെ കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് ക്രിസ്തു ശിഷ്യനായി ഞാനും നിങ്ങളും മാറുന്നത്. അല്ലെങ്കിൽ കേവലം ഒരു വൈദികനായി തീർന്നു പോവും, കേവലം ഒരു സിസ്റ്ററായി ജീവിച്ച് അങ്ങനെ മരിച്ചു പോവും, കേവലം ഒരു ക്രിസ്ത്യാനിയാണെന്ന് നാമമാത്ര ക്രിസ്ത്യാനിയായി നമ്മൾ ജീവിതം അവസാനിപ്പിക്കും. അച്ചപ്പവും കൊള്ളപ്പവും ഉണ്ണിയപ്പവും കഴിക്കുന്ന, പെരുന്നാൾ ആഘോഷിക്കുന്ന തട്ടിപ്പ് ക്രിസ്ത്യാനിയായി മാത്രം നമ്മൾ ജീവിക്കും. പ്രിയപ്പെട്ടവരെ, തട്ടിപ്പ്, അച്ചപ്പവും ഉണ്ണിയപ്പവും കൊള്ളപ്പവും മാത്രം കഴിച്ച് വയറ് വീർപ്പിക്കുന്ന ക്രിസ്ത്യാനിയെ ഇനി ക്രിസ്തുവിന് ആവശ്യമില്ല, സഭയ്ക്ക് ആവശ്യമില്ല. ഈ അച്ചപ്പവും കൊള്ളപ്പവും ഉണ്ണിയപ്പവും ഉണ്ടാക്കാൻ മുമ്പിൽ നിൽക്കുന്ന മെത്രാമാരെയും വൈദികരെയും സിസ്റ്റേഴ്സിനെയും കുടുംബ കൂട്ടായ്മ ഭാരവാഹികളെയും പ്രതിനിധികളെയും കൈക്കാരന്മാരെയും ഇനി ക്രിസ്തുവിന് ആവശ്യമില്ല. ക്രിസ്തുവിന് ആവശ്യമുള്ളത് ക്രിസ്തുവിന് സാക്ഷ്യം നൽകുന്ന മക്കളെയാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, നമുക്കൊന്ന് ഏറ്റുപറഞ്ഞ് കർത്താവിനെ മഹത്വപ്പെടുത്താം. ആ യേശുവിനെ ജാതിമത ഭേദമന്യേ എല്ലാവരും അടുത്തറിയാനും പ്രഘോഷിക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഈ പറയുന്നതൊന്ന് ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. നമുക്കൊന്ന് ഏറ്റുപറയാം. അവനെ പോലെ ആരും ഉണ്ടായിട്ടില്ല, അവനെ പോലെ ആരും കാലിത്തൊഴുത്തിൽ പിറന്നിട്ടില്ല, അവനെ പോലെ ആരും കുറ്റമറ്റവനായിട്ടില്ല, അവനെ പോലെ ആരും സ്നേഹിച്ചിട്ടില്ല, അവനെ പോലെ ആരും കരുണ കാണിച്ചിട്ടില്ല, അവനെ പോലെ ആരും നന്മ ചെയ്തിട്ടില്ല, അവനെ പോലെ ആരും അപരന് വേണ്ടി സഹിച്ചിട്ടില്ല, അവനെ പോലെ ആരും സംസാരിച്ചിട്ടില്ല, അവനെ പോലെ ആരും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടില്ല, അവനെ പോലെ ആരും മനുഷ്യരുടെ പാപപരിഹാരത്തിനായി മരിച്ചിട്ടില്ല, അവനെ പോലെ ആരും മരണത്തെ തോൽപ്പിച്ചിട്ടില്ല,
പോലെ ആരും മരണത്തെ തോൽപ്പിച്ചിട്ടില്ല. അവനെ പോലെ ആരും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. അവനെ പോലെ ആരും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. അവനെ പോലെ ആരും സ്വർഗത്തിൽ നിന്ന് വന്നിട്ടില്ല. അവനെ പോലെ ആരും സ്വർഗ്ഗത്തിൽ നിന്ന് വന്നിട്ടില്ല. അവനെ പോലെ ആരും സ്വർഗത്തിലേക്ക് കയറിയിട്ടില്ല. അവനെ പോലെ ആരും സ്വർഗ്ഗത്തിലേക്ക് കയറിയിട്ടില്ല. അവനെ പോലെ ആരും ലോകത്തെ സ്വാധീനിച്ചിട്ടില്ല. അവനെ പോലെ ആരും ലോകത്തെ സ്വാധീനിച്ചിട്ടില്ല. നമുക്ക് പറയാം, ക്രിസ്തുവിന് മുമ്പും ക്രിസ്തുവിന് മുമ്പ് ക്രിസ്തുവിന് പിമ്പും ക്രിസ്തുവിന് പിമ്പ് എന്ന ലോക ചരിത്രം എന്റെ ലോകചരിത്രം വിഭജിക്കപ്പെട്ടു. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 19-ാം വാക്യത്തിൽ പറയുകയാണ്, ലോകം അവന്റെ പിന്നാലെ പോയി കഴിഞ്ഞു എന്നതായിരുന്നു അവന്റെ ശത്രുക്കളുടെ ഭീതി എന്ന്. ലോകം അവന്റെ പിന്നാലെ പോയി കഴിഞ്ഞു എന്നതായിരുന്നു അവന്റെ ശത്രുക്കളുടെ ഭീതി എന്ന്. അപ്പോസ്തല പ്രവർത്തനം 17:6 പറയുകയാണ്, ലോകം കീഴ്മേൽ മറിച്ചവർ എന്നായിരുന്നു അവന്റെ ശിഷ്യന്മാരെ പറ്റി ലോകം വിധി എഴുതിയത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ അടുത്ത നാളുകളിൽ കർത്താവിന് വേണ്ടി ഒരു റാപ്പ് സോങ് എഴുതി. അത് ഈ ഗാകുൽത്ത ധ്യാന കേന്ദ്രത്തിൽ എനിക്കൊരു വലിയൊരു ദൈവാനുഭവമുള്ള ഒരു ധ്യാന കേന്ദ്രമാണിത്. എന്നെ കൂടുതൽ തീഷ്ണതയുള്ള ഒരു വൈദികനാക്കി തീർക്കുന്നതിൽ ഒരു അഭിഷേകം നിറഞ്ഞൊരു ധ്യാനം ഇവിടെ കൂടിയത് കൊണ്ട് കാരണമായി തീർന്ന ഒരു ധ്യാന കേന്ദ്രമാണിത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, അത്തരം ഒരു അനുഭവം ഞാൻ മുമ്പ് ഇവിടെ പങ്കുവച്ചിട്ടുണ്ട്. കയ്യൊപ്പ് ശുശ്രൂഷ സമയത്ത് ഞാൻ താഴെ വീണതും അവിടെ കിടന്നതും മുട്ടുമേൽ എനിക്ക് എഴുന്നേൽക്കാൻ സാധിക്കാതിരുന്നതും അങ്ങനെ ഒരു ദൈവാനുഭവം കിട്ടി. പൗലോസിനെ പോലെ എന്നെ എടുത്തുയർത്തിയ കർത്താവിന്റെ സ്നേഹം ഞാൻ അനുഭവിച്ച ഒരു ധ്യാന കേന്ദ്രമാണ് ഈ ധ്യാന കേന്ദ്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ കർത്താവിന് വേണ്ടി ഒരു റാപ്പ് സോങ് എഴുതി. ഈ കാലഘട്ടത്തിൽ യുവജനങ്ങൾക്കും കുഞ്ഞുമക്കൾക്കും എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഗാന രീതിയാണ് റാപ്പ് സോങ് എന്ന് പറയുന്നത്. ക്രിസ്തുവിന് വേണ്ടി എഴുതിയ ഈ ഒരു ഗാനം ഈ ശുശ്രൂഷയിൽ പറഞ്ഞുകൊണ്ട് ഈ സമയം ഈ ശുശ്രൂഷ, ഈ വചന ശുശ്രൂഷ ഞാൻ സമാപിപ്പിക്കുകയാണ്. ഇവിടെ നമുക്കെന്നും എന്നും നെടുവീർപ്പ്, ക്രിസ്തു സ്നേഹമെന്നും എന്നും നിർബന്ധം. ആ സ്നേഹമെന്നും എന്നെയെന്നും വീടുങ്ങട്ടെ, വെമ്പൽ കൊണ്ടു ഞാൻ സ്വർഗമൊന്ന് പൂകട്ടെ, അതിൻ സിരകളിൽ ഓടുന്ന ലഹരിയാട്ടെ, ഈശോ വളരട്ടെ, നാം കുറയട്ടെ, അങ്ങനെ നീയല്ല ഞാനല്ല നീയല്ല, ഈശോ മാത്രം വളരട്ടെ, എന്നും വളരട്ടെ. കാലം വഴി മാറി വന്നവൻ അവൻ, കാലചക്രമൊന്നു തിരുത്തിയതവൻ, കാലത്തിൽ സ്വന്തം പേർ ചേർത്തതവൻ, കാലം മുഴുവൻ നിലനിൽക്കുന്നതവൻ, കപടനാട്യക്കാർക്കെതിരെ ചാട്ടവാറെടുത്തു കയ്യിൽ, പ്രാകൃത പ്രമാണികൾക്ക് പതിരകർണകധാരിനുള്ളിൽ മൂർച്ചയുള്ള വാക്കുകളാൽ പരമസത്യമാരെന്ന് ചങ്കുറുപ്പിൽ പറഞ്ഞു വെച്ചതവൻ. അവനാണ് യേശു. അന്ന് സോദോം ഗൊമോറയെ നശിപ്പിച്ച ദൈവം നിന്നെ നോക്കി പല്ലിറുക്കുന്നത് മറക്കണ്ട. അന്ന് സോദോം ഗൊമോറയെ നശിപ്പിച്ച ദൈവം നിന്നെ നോക്കി പല്ലിറുക്കുന്നത് മറക്കണ്ട. പാപത്തിൻ കനിയെടുക്കും നേരത്തു പിശാചു നിന്നെ പുച്ഛിച്ചു ചിരിക്കുന്നതും മറക്കണ്ട. പാപത്തിൻ കനിയെടുക്കും നേരത്തു പിശാചു നിന്നെ പുച്ഛിച്ചു ചിരിക്കുന്നതും മറക്കണ്ട. കരങ്ങളടിച്ച് ഒന്ന് പാടി നോക്കാം. ഇവിടെ നമുക്കെന്നും എന്നും നെടുവീർപ്പ്, ക്രിസ്തു സ്നേഹമെന്നും നിർബന്ധം. ആ സ്നേഹമെന്നും എന്നെയെന്നും വീടുങ്ങട്ടെ, വെമ്പൽ കൊണ്ടു ഞാൻ സ്വർഗമൊന്ന് പൂകട്ടെ, അതിൻ സിരകളിൽ ഓടുന്ന ലഹരിയാട്ടെ, ഈശോ വളരട്ടെ, നാം കുറയട്ടെ, അങ്ങനെ നീയല്ല ഞാനല്ല നീയല്ല, ഈശോ മാത്രം വളരട്ടെ, എന്നും വളരട്ടെ. നമുക്കൊന്ന് ഒരുമിച്ച് പാടാമോ? വളരട്ടെ 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 വളരട്ടെ. പാടാമോ? വളരട്ടെ 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 വളരട്ടെ, ഈശോ മാത്രം വളരട്ടെ, എന്നും വളരട്ടെ. എന്റെ കുടുംബത്തിൽ, പൗരോഹിത്യ ജീവിതത്തിൽ, സന്യാസ ജീവിതത്തിൽ, ഏകസ്ഥ ജീവിതത്തിൽ, ഞാൻ യുവാവായിരിക്കുമ്പോൾ, യുവതിയായിരിക്കുമ്പോൾ, കുഞ്ഞു മകനും മകളുമായിരിക്കുമ്പോൾ, ഞാൻ മുതിർന്ന വലിയ മകനും മകളുമായി ജീവിക്കുമ്പോൾ, ക്രിസ്തു എന്റെ ജീവിതത്തിൽ വളരട്ടെ, ഈശോ വളരട്ടെ, നാം കുറയട്ടെ. ജീവിക്കുന്നെങ്കിൽ കർത്താവിന് വേണ്ടി, മരിക്കുന്നെങ്കിൽ കർത്താവിന് വേണ്ടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.